ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു നാടൻ അയലക്കറി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 1/2 കിലോ അയലയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വയറും കുടലെല്ലാം കളഞ്ഞ് തലയൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പീസുകളാക്കിയെടുക്കാം. ഇതേ വലുപ്പത്തിലുള്ള പീസുകളാക്കിയാണ് കറിക്ക് എടുക്കേണ്ടത്. ഇതേ വലുപ്പമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കഴുകി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുക്കണം. ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞിട്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കേണ്ടത്. അത് വട്ടത്തിൽ അരിയുന്നതിന് കാരണം അത് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ നാരുകൾ പോലെ ഇങ്ങനെ കിടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചതഞ്ഞ് പോവേണ്ട, ഒരു ഇതേ വലുപ്പത്തിലൊക്കെ ഇതേ രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കുക. കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഒരു 5-6 അല്ലി ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിന് ശേഷം കറിവേപ്പില ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ആദ്യം തന്നെ കടുകിനൊപ്പം തന്നെ ചേർക്കേണ്ടതായിരുന്നു. അത് ഞാൻ ആദ്യം വിട്ടുപോയത് കൊണ്ടാണ് പിന്നീട് ചേർക്കുന്നത്. നിങ്ങൾ പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ഉലുവ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന്, ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഞാൻ വഴറ്റിയത് കുറച്ച് മൂപ്പ് കൂടിപ്പോയി, പക്ഷേ കറിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്കൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് കുറച്ച് മൂത്തുപോയി. പിന്നെ അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ 3 ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചേർത്താൽ മീൻകറി പെട്ടെന്ന് വളിച്ചു പോകും. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുന്നതാണ് ടേസ്റ്റും. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൂടാക്കി 3-4 ദിവസമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കൊരു 4-5 അല്ലി പുളി ചേർത്ത് കൊടുക്കാം. ഈ പുളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുത്ത പുളിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ്. അപ്പോൾ അത് ചില പുളി കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ ചേർക്കേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഈ ചാറൊന്ന് തിളപ്പിക്കണം. ചാറ് നന്നായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നുകൂടി 2 തവണ കൂടി കഴുകിയിട്ടാണ് മീൻ എടുക്കുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും അതിൻ്റെ ബ്ലഡൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും അത് കളർ മങ്ങും. അപ്പോൾ വീണ്ടും 2 വെള്ളം കൂടെ കഴുകിയിട്ടാണ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് തീ കൊടുത്ത് ഒരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് റെഡിയാവാൻ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവമാണ് കറിയുടെ പരുവം. അപ്പോൾ നിങ്ങൾ നീളമുള്ളൊരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് അടപ്പ് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചാറെല്ലാം കൂടി അടപ്പിൽ പറ്റി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ കുറുകി വരുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടുപ്പിൽ തന്നെ ഒന്ന് അടച്ച് വെച്ചേക്കുക. കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് കുറുകി നല്ല റെഡി ആയിട്ടിരിക്കും. ചൂട് കുത്തരിച്ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിനൊക്കെ മീൻ കറിയൊക്കെ വെക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതൊരു പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുന്ന കറിയാണിത്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല, നാടൻ അയലക്കറിയാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.